വിജയ നമസ്കാരം. നമസ്കാരം. നല്ലൊരു ഓണമായിട്ട് ഇറാന്റെ വാർത്തയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷെ ഇറാന്റെ വാർത്ത നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇറാന് എല്ലാ ദിവസവും നമ്മൾ ഫോളോ ചെയ്യുന്ന ന്യൂസാണ് ഇറാന്റെ വാർത്ത. എവിടെ യുദ്ധം ഉണ്ടായിരുന്നാലും നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ അത് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇറാന് ഇപ്പോൾ നമ്മുടെ വാർത്ത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, നമ്മുടെ അസീം മുനീർ ഇറാനിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്, ടെഹ്റാനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അത് അമേരിക്ക അസീം മുനീറിനെ ഇറാനിലേക്ക് പറഞ്ഞയച്ച് ഇറാന്റെ കാല് പിടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. രണ്ടാമത്, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ്, അദ്ദേഹം US എയർഫോഴ്സിന്റെ ബോയിങ് C-17A ഗ്ലോബ് മാസ്റ്റർ 3 ട്രാൻസ്പോർട്ട് പ്ലെയിനിൽ അദ്ദേഹം മോസ്കോയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അത് റഷ്യയുടെ കാല് പിടിപ്പിക്കാൻ അമേരിക്ക വിട്ടതാണ് എന്നൊരു കരക്കമ്പിയുണ്ട്. അതായത് ഇവിടെ ഇറാന്റെ കാല് പിടിക്കുന്നു, അവിടെ റഷ്യയുടെ കാല് പിടിക്കുന്നു, രണ്ടുപേരുടെയും കാല് പിടിക്കുകയാണ്. പക്ഷെ ട്രംപ്, ചേട്ടന്റെ ഭാഷ പറഞ്ഞ ഒരു പൊങ്ങിയായതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ വീരൻ, അവര് തകർത്തു എന്നാണ് പറയുന്നത്. പക്ഷെ സീക്രട്ട് ആയിട്ട് അമേരിക്ക ഇവരുടെ രണ്ടുപേരും കാല് പിടിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ചേട്ടാ നടക്കുന്നത്? എന്താണ് അമേരിക്ക പെട്ടെന്ന്, പുറമേ അല്ല അന്തർധാരയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ രണ്ട് വാർത്തയും ഇന്റർനാഷണൽ മീഡിയാസ് ശ്രദ്ധിച്ചു, പ്രത്യേകിച്ച് അമേരിക്കൻ അനുകൂല മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാൾസ്ട്രീറ്റ് ജേർണലിസ്റ്റ് ആയാലും അങ്ങനെ ജേർണലിസ്റ്റ് ആയാലും മറ്റേ ഇത് CNN ആയാലും ഇതിലത്തൊക്കെ നമ്മൾ നോക്കും. അപ്പൊ അതിനകത്ത് ധനുഷ് ആദ്യം നിനക്ക് പൊങ്ങിയുടെ ഭാഷയാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അൽ അറേബ്യ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാധ്യമം അവർ കൃത്യമായി തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ട്രംപ് ഇപ്പോൾ അനങ്ങാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ട്രംപ് മുനീർ വഴി ഇപ്പോൾ ഇറാനിലേക്ക് ഒരു നീക്കം നടത്തുകയാണ്. അത് ജൂണിൽ ഇവരൊരു കരാർ ഒപ്പുവെച്ചായിരുന്നു, അമേരിക്കയും ഇറാനും തമ്മിൽ. അത് പാലിക്കണം ഇറാൻ. അങ്ങനെയെങ്കിൽ ഇറാന്റെ മരവിപ്പിച്ച ആസ്തികളും ഉപരോധങ്ങളും എല്ലാം അമേരിക്ക പിൻവലിക്കും. പക്ഷെ കുറച്ച് ഡിമാൻഡുകളുണ്ട് അതിനകത്ത്. ആ ജൂണിലെ കരാറിലെ ഡിമാൻഡുകളൊന്നും ഈ ഹോർമുസ് പ്രശ്നം ഉണ്ടാക്കരുത്, തുറന്നു കിടക്കണം. രണ്ട്, ഈ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന പണി നിർത്തണം. അതായത് മറ്റേ ഹിസ്ബുള്ള, ഹൂത്തികള്, മിലീഷ്യൻസ് ഇവരെ സഹായിക്കുന്ന പണി നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സംസാരം നടന്നിരിക്കുന്നത് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയും സുപ്രീം ലീഡറിന്റെയും പ്രതിനിധിയായ മൊഹസൈൻ റസാനിയുമായിട്ടാണ്. അതായത് ഈ ഖമേനിയുടെ ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മുജതബ ഖമേനിയുടെ ഒരു പ്രതിനിധി എന്ന് നമുക്ക് പറയാം. റസാനിയുമായിട്ടാണ് ഈ മുനീർ സംഭാഷണം നടത്തിയിരിക്കുന്നത്. പക്ഷെ പെഷസ്കിയാൻ ഒരു വെട്ടിയിട്ടുണ്ട് ഈ സാധനത്തിന്. അദ്ദേഹം പറയുന്നത് നിർബന്ധവും ഭീഷണിയും ഇവിടെ വില പോകത്തില്ല, ഞങ്ങൾക്കൂടെ യുക്തമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇവരെ ചൊടിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇവരുടെ പ്രോക്സികളുണ്ടല്ലോ, ഹിസ്ബുള്ളയും മിലീഷ്യൻസും ഹൂത്തികളൊക്കെ, അവരെ സഹായിക്കരുതെന്ന് പറഞ്ഞാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇവരെ സഹായിക്കരുതെന്ന് മാത്രമല്ല മുനീർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഇതിനകത്തുള്ളത് അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഇടപെടാനുള്ള ഒരു റൈറ്റും കൂടെ വേണം. ഏതാണ് ഈ മിലീഷ്യസിനെ, ഹിസ്ബുള്ളയെ ഒതുക്കാനായാലും ഹൂത്തികളെ ഒതുക്കാനും അതും കൂടെ പറഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് ഇറാൻ ഒരു പടി കൂടെ കയറ്റി വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അയൽവക്കത്തുള്ള ഈ മുസ്ലിം രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, അവരുമായിട്ട് ചേർന്ന് ഞങ്ങൾ ഒന്നിച്ചു പോകാൻ ഞങ്ങൾക്ക് താല്പര്യമേ ഉള്ളൂ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇസ്ലാമിക നാറ്റോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അറബ് നാറ്റോ, അതിൽ ചേരാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ഇപ്പൊ ഇത് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും മുനീർ അവിടെ പോയിട്ടുണ്ട്. എങ്ങനെങ്കിലും കരാർ ഒപ്പുവെപ്പിച്ച് ട്രംപിന്റെ തടി ഊരണം അവിടുന്ന്. കാരണം എങ്ങനെങ്കിലും ഇറാൻ സമ്മതിച്ച് കുറഞ്ഞ പക്ഷം ഹോർമുസിൽ കൂടെ പ്രശ്നമൊന്നും ഇല്ലാതെ ഒന്ന് പോകാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ ട്രംപ് അവിടെയും ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, പാശ്ചാത്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവിടെയും, ഇല്ല എങ്കിൽ നിങ്ങൾ കടുത്ത വില നൽകേണ്ടി വരും. ചുമ്മാ എഴുതി ചേർത്തിരിക്കുക. അവിടെ കാല് പിടിക്കാൻ വിടുന്നുണ്ട് അവിടെ, അത് കൂടാതെ ഇതും കൂടെ അതിനിടയ്ക്ക് പറയുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വേർഷൻ. അതായത് അൽ അറേബ്യ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അത്ര ആശ്വാസകരമായ കാര്യമല്ല. ഒന്ന്, വിലക്കയറ്റമുണ്ട്, കടത്തിന്റെ തോത് കൂടുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ഒന്നും ഫലവത്തായി നടപ്പായില്ല, എല്ലാം ചീറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതോടുകൂടി തന്നെ ഈ നവംബർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിനിടയ്ക്ക് മറ്റൊരു റൂമർ കൂടെ പരക്കുന്നുണ്ട്, അദ്ദേഹം ഈ ഭരണഘടന അട്ടിമറിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള പണി ഒപ്പിക്കാൻ പോകുന്നു എന്നും കേൾക്കുന്നു. നവംബറിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സീറ്റ് കിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ അവിടുത്തെ ജനഹിത പരിശോധനയിലൊക്കെ തെളിയുന്നത്. കാരണം ട്രംപിന് ഇപ്പൊ പഴയ പിന്തുണ അമേരിക്കയില്ല, 31% മാത്രമേ ഇപ്പോഴും ഉള്ളൂ അദ്ദേഹത്തിന്. ആദ്യമൊക്കെ 65% നിന്നിരുന്നതാണ്. ഇപ്പം നാട്ടുകാരെ തന്നെ കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ തടി വരിക, കാരണം ഒരു കടുത്ത ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം അപകടം മണക്കുന്നുണ്ട് അമേരിക്ക ഒരുപാട്. ചൈനയുടെ ഭാഗത്തു നിന്നായാലും റഷ്യ കൂടുതൽ ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചാലായാലും ഇവിടെയൊക്കെ രക്ഷകന്റെ റോളിൽ അവതരിക്കേണ്ട പാർട്ടിയായത്. കാരണം ഈ ആക്രമിക്കുന്ന ഒന്നും വേറെ ആരെയുമല്ല, നാറ്റോ സഖ്യ രാജ്യങ്ങളെയൊക്കെയാണ് ഇറാനും
ചൈനയും ഒക്കെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളായ തായ്വാനെയും ജപ്പാനെയും ദക്ഷിണ കൊറിയയും അടക്കമുള്ള രാജ്യങ്ങളാണ്. അതിന്റെ ഇടയ്ക്ക് ദക്ഷിണ കൊറിയയിലേക്ക് വിമാനം അതിർത്തി കടന്നു എത്തിയിട്ടുണ്ട് റഷ്യയുടെ പോർ വിമാനങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇവരൊക്കെ ഓടി നടക്കണ്ടേ? പുള്ളിക്ക് ഓടി നടക്കണമെങ്കിൽ സാമ്പത്തികം വേണം, ആയുധം വേണം, എല്ലാം വേണം. അതിന്റെ ഇടയ്ക്ക് സ്വന്തം രാജ്യത്തും പ്രശ്നം. ഇപ്പൊ എങ്ങനെയെങ്കിലും ഉള്ള പ്രശ്നം സെറ്റിൽ ചെയ്യുക. കാരണം ഗൾഫിലെ എണ്ണ പോയാലേ ട്രംപിനും 10 പൈസ കിട്ടത്തുള്ളൂ, എല്ലാവർക്കും അവിടെ നിന്ന് ഈസി ആകത്തുള്ളൂ. അപ്പൊ ഇതാണ് അവിടെ. ഇതിന്റെ ഇടയ്ക്കാണ് ഈ റഷ്യയിലേക്ക് ഒരു ദൂതൻ പോയിരിക്കുന്നത്. അവരുടെ ചാരസംഘടനയുടെ മേധാവിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം എത്തിയതിനെ കുറിച്ച് റിപ്പോർട്ടുകളിൽ പറയുന്നത്, ഈ അമേരിക്കയ്ക്ക് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഈ റഷ്യ ഒരു കടുത്ത ആക്രമണത്തിന് തയ്യാറെടുക്കും. ഒന്നുകിൽ ഉക്രൈനിൽ ഒരു ആണവ ആയുധം അവര് ഇടും, ഇല്ലെങ്കിൽ അവര് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തി കഴിഞ്ഞു എന്നുള്ള ഒരു ഇൻഫർമേഷന്റെ പുറത്താണ് പുടിനെ വിരട്ടാൻ പോകുന്നു എന്നാണ് അവരുടെ മാധ്യമങ്ങൾ പറയുന്നത്. അവരതിൽ പറയുന്ന കാര്യം പുടിന് താക്കീത് നൽകാൻ, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന് താക്കീത് നൽകാനാണ് പോകുന്നത്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ച് വർഷം മുമ്പ് ഇതേ കണക്കൊരു ചാരസംഘടനാ മേധാവി റഷ്യയിൽ എത്തിയിരുന്നു. എന്തിനായിരുന്നു അറിയാവോ? 2022 ബൈഡൻ വിട്ടതാ. യുദ്ധം ചെയ്യരുത്, ചെയ്താൽ പണി പാളും എന്നായിരുന്നു അന്ന് മാധ്യമങ്ങൾ എഴുതിയ, പാശ്ചാത്യ മാധ്യമങ്ങൾ. ഇന്ന് റഷ്യക്ക് വാൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ കണക്ക് വിമാനത്തിൽ ചെന്ന് പറന്നിറങ്ങി പുടിനോട് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞപ്പോഴാണ് പുടിൻ അടി തുടങ്ങിയത് ഉക്രൈനിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ വാൺ ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതുമയില്ല. പണ്ടൊരു സൈനിക ഇതൊക്കെ രഹസ്യ അവരുടെ ചാരസംഘടനയുടെ മേധാവി റഷ്യ വന്ന് ഇതൊക്കെ വാൺ ചെയ്യാൻ വന്നു, അന്ന് വാൺ ചെയ്യാൻ പോകുന്നു എന്നാണ് അന്ന് ഈ BBC-യും CNN ഒക്കെ തലക്കെട്ട് കൊടുത്തത്. 3 മാസം കഴിഞ്ഞപ്പോൾ റഷ്യ തൂത്തുവാരിയിട്ട് ഉക്രൈനെ അടിക്കുന്ന കാഴ്ച പിന്നെ നമ്മൾ കണ്ടത്. ഇതും വാൺ ചെയ്യാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ സംഭവം അതല്ല. അക്രമം വ്യാപിപ്പിക്കരുത്, നമുക്ക് ഉക്രൈൻ വാർ എങ്ങനെയും സെറ്റിൽ ചെയ്യാം എന്നാണ്. ഈ 2 യുദ്ധങ്ങളും നിർത്താൻ വേണ്ടിയിട്ട് ട്രംപ് ഇപ്പൊ പെടാപ്പാടെ വിടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്യാപ്പ് നോക്കിയിട്ട് ചൈന വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം നടത്തിയിട്ടുണ്ട്. സമസ്ത മേഖലയിൽ അവർ പിടിമുറുക്കിയിട്ടുണ്ട്. തായ്വാൻ മാത്രമല്ല, അവർക്ക് എങ്ങോട്ട് വേണം കയറാം എന്നുള്ളത്. കാരണം എവിടെയെങ്കിലും ഒരിടത്ത് സിസ്റ്റം ലൂസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാത്തിരിക്കുന്ന ശത്രു കടന്നു കയറാൻ ശ്രമിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ വാർഷിപ്പും മറ്റൊരു കാര്യങ്ങളും ഒക്കെ ഈ ദക്ഷിണ കൊറിയയുടെ സമീപത്തും ജപ്പാൻ സമീപത്തു നിന്നൊക്കെ മാറ്റി മിഡിൽ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്ത സമയം കൊണ്ട് അങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചൈനയാണ് ഞങ്ങളുടെ ശത്രു എന്ന് അവർക്ക് ഉറക്കെ പറയേണ്ടി വന്നൊരു സാഹചര്യം കൂടി അമേരിക്കയ്ക്കുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം. അതിന്റെ ഇടയ്ക്ക് കാനഡ ഒരു 70 ഉൽപ്പന്നങ്ങൾക്ക്, ഏതാണ്ട് 700 കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് അടിച്ച് അമേരിക്കയ്ക്കും കൊടുത്തിട്ടുണ്ട്. അവിടെയും പ്രശ്നം, തൊടുന്നതെല്ലാം പ്രശ്നമാണ്. അതായത് എങ്ങനെങ്കിലും ഇത് ഒന്ന് അവസാനിപ്പിക്കുക, ഈ മൂട്ടിന് തീപിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ അവസ്ഥയാണ്. ഇത് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തവും ഇല്ല. ഇറാനിൽ തൊട്ടു അവിടെ ആകപ്പാടെ കുളമായി, ഇനി അവിടെ നിന്ന് സെറ്റിൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇത് കഴിഞ്ഞാലല്ലേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വിരട്ടാൻ പറ്റത്തുള്ളൂ. താരിഫ് ചുമത്താനോ ഇല്ലെങ്കിൽ വിരട്ടില്ല. പഴയ വെരട്ടിഫിക്കേഷൻ, പഴയ വിനോദങ്ങൾ പുറത്തെടുക്കാനുള്ള സമയം ഇനി ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന നീക്കം. ഏതായാലും ട്രംപ് പിൻവാതിലിൽ കൂടെ എങ്ങനെയെങ്കിലും തലയൂരാനുള്ള ഒരു നീക്കമാണ്. അതായത് എന്താണ്, കെണിയിലകപ്പെട്ട പട്ടിയുടെ തല പോലെയായി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം കെണിക്കകത്ത് പെട്ടുപോയി, ഊരിക്കൊണ്ട് പോകാനും പറ്റുന്നില്ല. ഇനി ഈ കെണി വെച്ചവൻ തന്നെ സഹായിച്ചാൽ മാത്രമേ തല ഊരാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഇവന്മാരെല്ലാം തന്നെ സഹായിച്ച് ഇപ്പൊ ഇറാൻ ഇപ്പൊ കുറച്ചുകൂടെ പിടിമുറുക്കാനേ സാധ്യതയുള്ളൂ ഇതിനകത്ത്. കാരണം ഇറാനെ സംബന്ധിച്ച് നല്ല ഒരു പോയിന്റാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കാരണം ട്രംപ് ഇങ്ങനെ ഒരു ദൂതുമായിട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായി അവർ കുറച്ചുകൂടി മുറുകിക്കഴിഞ്ഞാല് ഒന്നുകിൽ ട്രംപുമായിട്ടൊരു ടൈപ്പ് എത്തും. ഓർമൂസിലെ 50-50. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഇന്ത്യൻ ഷിപ്പ് കടന്നു വരണമെങ്കിൽ 17 കോടി രൂപ എക്സ്ട്രാ അടക്കേണ്ടി വരും എന്നാണ് കേൾക്കുന്നത്. ഇനി ഇന്ത്യ ആയതുകൊണ്ട് അത് കുറയ്ക്കുമോ എന്ന് അറിയത്തില്ല. ഇപ്പം ഇറാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാൻ അങ്ങനെയാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ, ഇല്ലെങ്കിൽ ഇവരുടെ ആസ്തികളും മറ്റുള്ള കാര്യങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്ക നിരുപാധികം അവിടെ നിന്ന് മാറുമോ എന്നൊക്കെ ഉള്ളത് പഴയ നിലയിലേക്ക് വരട്ടെ, ഞങ്ങൾ ഇനി ഒന്നിനുമില്ല എന്ന് പറയുമോ, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പിന്നെ പുടിൻ അത് കേൾക്കുമോ എന്ന് പറയത്തില്ല. അദ്ദേഹത്തിന് നവംബറിലെ ഇലക്ഷനാണ്. അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് ആകുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്ന ഇലക്ഷൻ. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഇമേജ് കൂട്ടേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ ബോൾ ഇരിക്കുന്നത് ട്രംപിന്റെ കയ്യിലല്ല, ഈ പറയുന്ന ഇറാന്റെ കയ്യിലും പുടിന്റെ കയ്യിലുമാണ്. അവരിത് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കണോ പുറത്തേക്ക് അടിക്കണോ എന്നുള്ളത് അവരുടെ തീരുമാനമായി മാറിയിരിക്കും.